കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. വിസ്മയ പ്രതിഭ 2024 പുരസ്കാരദാനവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും ആറ്റാശ്ശേരിയിൽ നടന്നു. കരിമ്പുഴ ആറ്റാശ്ശേരി വിസ്മയ ഗ്രാമീണ വായനശാലയുടെ വിസ്മയ പ്രതിഭ 2024 പുരസ്കാരദാനവും വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും ആറ്റാശ്ശേരിയിൽ പ്രശസ്ത ലഹരി വിരുദ്ധ പ്രചാരകനും പോലീസ് ഓഫീസറുമായ ഫിലിപ്പ് മാമ്പാട് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ പലപ്പോഴും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മൾ ആയിരിക്കുന്ന ഭവനത്തിൽ അവരുടെ കുറ്റങ്ങളും കുറവുകളും പർവ്വതീകരിച്ച് അവരുമായി പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു മാനസിക, വൈകാരിക, സാമൂഹ്യ, ഗാർഹികമായ പൊരുത്തക്കേടുകളുമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. എങ്ങനെ ഇതിനൊക്കെ പരിഹാരമുണ്ട്? ഇതിന് പരിഹാരമുണ്ട്? ഇത് വലിയ മനഃശാസ്ത്രമോ അല്ലെങ്കിൽ സൈക്കാട്രിക് ഇന്റർവെൻഷനോ ഒന്നും പഠിക്കൊന്നും വേണ്ട. ശരാശരി നമ്മളായിരിക്കുന്ന അവസ്ഥ എങ്ങനെ നമുക്ക് സന്തോഷകരമാക്കാൻ പറ്റും? ഒരു മൂന്നാമന്റെ ആവശ്യമുണ്ടോ? പുസ്തക കൂമ്പാരങ്ങളിൽ നിന്ന് അറിവ് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ എന്നും ഒന്ന് പുഷ് ചെയ്യണമോ? അതിനൊന്നും ആവശ്യമില്ല. സന്തോഷകരമാക്കാൻ ചിരിക്കാൻ കഴിയുന്ന ഒരു മുഖവും ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സും എന്തു പറഞ്ഞാലും അതിനെ കേൾക്കാൻ ഉള്ള ഒരു ക്ഷമയുമുണ്ടെങ്കിൽ ഏതൊരവസ്ഥയും സ്വർഗീയമാക്കാൻ പറ്റുമെന്ന് ഓത്യസ് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ സൂക്ഷിക്കുന്നില്ല. ഇതൊന്നും നമുക്ക് കൈമോശം വന്നിരിക്കും പലപ്പോഴും. ഇതെല്ലാം നമ്മുടെ കൈ നഷ്ടപ്പെട്ടു പോയിരിക്കണം. പിന്നെ എങ്ങനെയാണ് സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ നമുക്ക് ഉണ്ടാവുക? പുരസ്കാര ജേതാവ് തീർത്ഥ സുഭാഷിന് പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സൈതലവി പനാംകുന്ന്, മൊളിച്ചിയിൽ സുരേഷ്, CP മുഹമ്മദ് റാഹിൽ എന്നിവരെ അനുമോദിച്ചു. വായനശാല രക്ഷാധികാരി CK ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. P ഉണ്ണികൃഷ്ണൻ, മഹേഷ് ചിത്രവർണം, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഖദീജ കാസിം, ലക്ഷ്മിക്കുട്ടൻ, M കൃഷ്ണകുമാർ, P ഷൈജു, M കൃഷ്ണദാസ്, P ഗോകുലകൃഷ്ണൻ, S സുരേഷ്, പ്രജീഷ് പാലകൃഷി, P അഭിരാം, P കുഞ്ഞുകുട്ടൻ, P ഐശ്വര്യ, M രാജ്കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടന്നു.